ഡിഡ് ആൻഡ് ഡിഡിൻറ്റ്. ഈ രണ്ട് വേർഡ്സും പാസ്റ്റ് ടെൻസിലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കാം. യെസ് അല്ലെങ്കിൽ നോ എന്ന് ആൻസേഴ്സ് കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിനാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്. ഡിഡ് ആൻഡ് ഡിഡിൻറ്റ് ഇത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഡിഡിൻറ്റ് എന്നാൽ ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഡിഡ് ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിനാണ്. എന്താണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്? അവൻ പോയോ? അവൾ വന്നോ? മൂവി കണ്ടോ? ബിരിയാണി കഴിച്ചോ? ഇതൊക്കെയാണ് പോസിറ്റീവ് ക്വസ്റ്റ്യൻസ്. ഡിഡിൻറ്റ് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതിനാണ്. അവൻ പോയില്ലേ? അവൾ വന്നില്ലേ? മൂവി കണ്ടില്ലേ? ബിരിയാണി കഴിച്ചില്ലേ? എന്നൊക്കെ ചോദിക്കുന്നതാണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അത് ഒരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇതാണെങ്കിൽ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഡിഡ് യു ഗോ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ പോയോ? ഡിഡിൻറ്റ് യു ഗോ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ പോയില്ലേ? ഡിഡ് യു ഗോ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഡിഡ് എന്നത് കഴിഞ്ഞ് യു സബ്ജക്റ്റാണ്. പിന്നെ ഒരു വേർബിൻ്റെ ബേസ് ഫോം ഗോ എന്നത് V1 ഫോം അല്ലെങ്കിൽ ഒരു വേർബിൻ്റെ ബേസ് ഫോം എന്ന് പറയാം. അപ്പോൾ ഡിഡ് യു ഗോ, ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ് ആണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഡിഡിൻറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെങ്കിൽ ഡിഡിൻറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ? ഡിഡ് ഹി ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ? അവൻ ഇന്നലെ മാർക്കറ്റിൽ പോയോ? ഡിഡ് ഷീ സീ ദ മൂവി? ഡിഡ് ഷീ സീ ദ മൂവി? അവൾ മൂവി കണ്ടോ? ഡിഡ് യുവർ ഫ്രണ്ട്സ് കം ടു യുവർ പാർട്ടി? ഡിഡ് യുവർ ഫ്രണ്ട്സ് കം ടു യുവർ പാർട്ടി? നിൻ്റെ ഫ്രണ്ട്സ് നിങ്ങളുടെ പാർട്ടിക്ക് വന്നോ? ഡിഡ് യു നോക്ക് ഓൺ ദ ഡോർ? ഡിഡ് യു നോക്ക് ഓൺ ദ ഡോർ? നീ വാതിലിൽ മുട്ടിയോ? ഡിഡ് ഹി സ്പീക്ക് ടു ഹിസ് ബോസ്? ഡിഡ് ഹി സ്പീക്ക് ടു ഹിസ് ബോസ്? അവൻ അവൻ്റെ ബോസിനോട് സംസാരിച്ചോ? ഡിഡ് ജോൺ ബൈ എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്? ഡിഡ് ജോൺ ബൈ എ ന്യൂ കാർ ലാസ്റ്റ് മന്ത്? ജോൺ ലാസ്റ്റ് മന്ത് ഒരു പുതിയ കാറ് വാങ്ങിയോ? ഡിഡ് യു മേക്ക് എ കപ്പ് ഓഫ് ടീ? ഡിഡ് യു മേക്ക് എ കപ്പ് ഓഫ് ടീ? ഒരു കപ്പ് ചായ നീ ഉണ്ടാക്കിയോ? ഡിഡ് യു ഹിയർ ദ ന്യൂസ്? ഡിഡ് യു ഹിയർ ദ ന്യൂസ്? നീ ആ ന്യൂസ് കേട്ടോ? ഡിഡ് ദേ പ്ലേ ഇൻ ദ പാർക്ക് ലാസ്റ്റ് വീക്കെൻഡ്? ഡിഡ് ദേ പ്ലേ ഇൻ ദ പാർക്ക് ലാസ്റ്റ് വീക്കെൻഡ്? ലാസ്റ്റ് വീക്കെൻഡിൽ അവർ പാർക്കിൽ കളിച്ചോ? ഡിഡ് ഇറ്റ് റെയിൻ ലാസ്റ്റ് വീക്ക്? ലാസ്റ്റ് വീക്ക് മഴ പെയ്തോ? ഇനി ഡിഡിൻറ്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഡിഡിൻറ്റ് യു വാഷ് ദ ഡിഷസ് യെസ്റ്റർഡേ? ഡിഡിൻറ്റ് യു വാഷ് ദ ഡിഷസ് യെസ്റ്റർഡേ? ഇന്നലെ നീ പ്ലേറ്റ്സ് കഴുകിയില്ലേ? കഴുകിയില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് ഡിഡിൻറ്റ് എന്ന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. ഡിഡിൻറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിഡിൻറ്റ് യു വാഷ്. കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഡിഡിൻറ്റ് യു ഗോ ഔട്ട്? ഡിഡിൻറ്റ് യു ഗോ ഔട്ട്? നീ പുറത്തേക്ക് പോയില്ലേ? ഡിഡിൻറ്റ് ഹി ബൈ എ ന്യൂ ലാപ്ടോപ്പ് ലാസ്റ്റ് വീക്ക്? ഡിഡിൻറ്റ് ഹി ബൈ എ ന്യൂ ലാപ്ടോപ്പ് ലാസ്റ്റ് വീക്ക്? ലാസ്റ്റ് വീക്ക് അവനൊരു പുതിയ ലാപ്ടോപ്പ് വാങ്ങിയില്ലേ? ഡിഡിൻറ്റ് ഷീ പോസ്റ്റ് ദ ലെറ്റേഴ്സ്? ഡിഡിൻറ്റ് ഷീ പോസ്റ്റ് ദ ലെറ്റേഴ്സ്? അവൾ ലെറ്റേഴ്സ് പോസ്റ്റ് ചെയ്തില്ലേ? ഡിഡിൻറ്റ് യു റീഡ് ദ ബുക്ക്? ഡിഡിൻറ്റ് യു റീഡ് ദ ബുക്ക്? നീ ആ ബുക്ക് വായിച്ചില്ലേ?
Didn't they attend the meeting? Didn't they attend the meeting? അവർ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലേ? Didn't he call you? Didn't he call you? അവൻ നിന്നെ വിളിച്ചില്ലേ? Didn't he write a letter to her? Didn't he write a letter to her? അവൻ അവൾക്ക് ഒരു ലെറ്റർ എഴുതിയില്ലേ? Didn't she prepare biryani? Didn't she prepare biryani? അവൾ ബിരിയാണി പ്രിപ്പയർ ചെയ്തില്ലേ? Didn't you wash your dresses? Didn't you wash your dresses? നീ നിന്റെ ഡ്രസ്സസ് വാഷ് ചെയ്തില്ലേ? Didn't you consult a doctor? Didn't you consult a doctor? നീ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തില്ലേ? ഇനി കുറച്ച് മലയാളം സെൻറ്റൻസസ് പറയാം. ഇംഗ്ലീഷിൽ അതൊക്കെ എങ്ങനെ പറയും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ലാസ്റ്റ് നൈറ്റ് അവൻ ടി വി വാച്ച് ചെയ്തോ? Did he watch TV last night? അവർ ഡ്രസ്സസ് പാക്ക് ചെയ്തില്ലേ? Didn't they pack the dresses? നിനക്കെൻ്റെ ഇമെയിൽ കിട്ടിയില്ലേ? Didn't you receive my email? അവൻ നിന്നെ സഹായിച്ചോ? Did he help you? അവൻ നിനക്ക് പൈസ തന്നില്ലേ? Didn't he give you money? അവൾ അത് നിന്നോട് പറഞ്ഞോ? Did she tell you that? ഇന്നലെ രാത്രി നീ നന്നായി ഉറങ്ങിയോ? Did you sleep well last night? അവൾ നിന്നെ ഉപദേശിച്ചില്ലേ? Didn't she advise you? അവർ അതേപ്പറ്റി നിന്നോട് ചോദിച്ചോ? Did they ask you about it? Did they ask you about it? നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടായിരുന്നോ? Did you have enough time? Did you have enough time?